കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡിസംബർ 8-ന് വിധി പറയും. 8-ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള 10 പ്രതികളും ഡിസംബർ 8-ന് വിചാരണ കോടതിയിൽ ഹാജരാകണം. കുറ്റകൃത്യം നടന്ന് 8.5 വർഷം പിന്നിടുമ്പോഴാണ് വിധിയിലേക്ക് എത്തുന്നത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വാദം ഉൾപ്പെടെയുള്ള വിചാരണ നടപടികൾ പൂർത്തിയായത് കഴിഞ്ഞ ഏപ്രിൽ 11-ന്. തുടർന്ന് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദത്തിൽ വ്യക്തത വരുത്തുന്നതിനായി വിചാരണ കോടതിയുടെ അസാധാരണ നടപടിക്രമം. ഇതിനായി മാത്രം കോടതിയെടുത്തത് 7 മാസത്തോളം സമയം. വാദങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനായി മാത്രം 27 തവണ കേസ് പരിഗണിച്ചു. 28-ാം തവണ കേസ് പരിഗണിച്ചപ്പോൾ വാദത്തിൽ വ്യക്തത വരുത്തുന്ന നടപടിക്രമം കോടതി പൂർത്തിയാക്കി. വിധി ദിനം ഡിസംബർ 8 എന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീരുമാനിക്കുകയും ചെയ്തു. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ അനുസരിച്ച് കുറ്റക്കാരാണോ എന്നതിൽ കോടതി അന്ന് തീരുമാനമെടുക്കും. കുറ്റവാളികളുടെ ശിക്ഷാവിധിയിലും പിന്നാലെ തീരുമാനമുണ്ടാകും. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ 2 കുറ്റപത്രങ്ങളിലായി ആകെ 10 പ്രതികളുണ്ട്. 1-ാം കുറ്റപത്രത്തിൽ പൾസർ സുനിയാണ് 1-ാം പ്രതി. അനുബന്ധ കുറ്റപത്രമനുസരിച്ച് ബലാത്സംഗ ഗൂഢാലോചന കേസിലാണ് പി ഗോപാലകൃഷ്ണൻ എന്ന നടൻ ദിലീപിനെ പ്രതി ചേർത്തത്. 2017 ഫെബ്രുവരി മാസം 17-നാണ് കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ക്രൂര ബലാത്സംഗത്തിനിരയായത്. ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല. 2018 ജൂലൈയിൽ നടൻ ദിലീപിനെ SIT അറസ്റ്റ് ചെയ്തു. 86 ദിവസമാണ് ദിലീപ് റിമാൻഡിൽ കഴിഞ്ഞത്. 2018 മാർച്ച് 8-നായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികളുടെ തുടക്കം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.